അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക്. അപ്പം നമ്മൾ 2025 എന്നുള്ള വർഷം പിറന്ന് 6-ാം മാസത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഏകദേശം ഒരു വർഷത്തിൻ്റെ പകുതി ആയി എന്ന് തന്നെ പറയാം. നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാകും ഈ വർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്, നമ്മൾ 2025 ആദ്യ സമയത്ത് ജനുവരിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് നടത്തിയെടുത്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്, എന്തൊക്കെ നമ്മൾ എഴുതി വച്ചിട്ടുള്ള ഗോളാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്, ഇതിലേക്കൊക്കെ നമുക്കൊരു തിരിഞ്ഞു നോട്ടവും അവയൊക്കെ പുതുക്കി പണിത് വീണ്ടും റീറൈറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് നമ്മുടെ ലക്ഷ്യം പുതിയ രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടതുമായിട്ടുള്ള സമയമായിട്ടുണ്ട്. കാരണം ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ അത്രയും ഭാഗം തീർന്നു പോയി. ഇനി നമുക്കുള്ളത് ജസ്റ്റ് 6 മന്താണ്. നമ്മളിൽ നിന്ന് ഈ ഒരു വർഷം കൊഴിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ എഴുതി വെച്ച ഗോളുകളിലേക്ക് കുറച്ചെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ലൈഫ് വെറുതെ വേസ്റ്റായി പോവുകയല്ല ചെയ്യുന്നത്. ഈ കാലത്ത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയാസ് തന്നെ ധാരാളമായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്ന് അടുക്കുക തന്നെ വേണം. കാരണം ഹെൽത്തിലായാലും കരിയറിൽ, പേഴ്സണൽ ഗ്രോത്ത്, ഫിനാൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അവ എത്രത്തോളം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു? അപ്പോൾ ഇത്രയും സമയമായിട്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, അതോർത്ത് ഇനി വിഷമിച്ചിരിക്കാതെ പുതിയ ശീലങ്ങൾക്ക് തുടക്കമിടുക, പുതിയ കാര്യങ്ങൾ പുതുക്കുക. കാരണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയും വർഷം തുടങ്ങി ഇത്രയും മാസമായിട്ടും ഒരു ഗോളും സെറ്റ് ചെയ്യാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നവരായിരുന്നെങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും ഗോൾസ് സെറ്റ് ചെയ്ത് അതിനായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഈ 6 മന്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ 2025 ഡിസംബർ ലാസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ വെറുതെ ഞാൻ ഈ വർഷം നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന ടൈമിനെ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യങ്ങൾക്കായിട്ട് ആ ടൈം യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ഫസ്റ്റ് തൊട്ടേ നമ്മുടെ ഗോൾസും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വീണ്ടും നമ്മുടെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ 6 മന്ത് കൊണ്ട് നമുക്ക് നേടാവുന്ന അത്രയും നമ്മുടെ ഈ വർഷത്തിൽ നേടിയെടുക്കണം. നമ്മൾ ലൈഫിൽ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ വർഷം പകുതി തൊട്ടിട്ട്, അല്ലെങ്കിൽ ഓരോ വർഷവും പകുതി തൊട്ടിട്ട് മിഡ് ഇയർ ആണ സമയത്ത് പ്ലാൻ ചെയ്തിട്ട് ജീവിതം മാറ്റിമറിഞ്ഞ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് പ്രധാനം. ഇതുവരെ നമുക്കൊരു ലക്ഷ്യങ്ങളില്ലെങ്കിൽ വേണ്ട, അതിലേക്ക് ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. നമുക്കൊരു പുതിയ തുടക്കം ഇനി ആകാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒന്നാമതായി ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫ്രീ മൈൻഡിൽ എഴുതുക. ഒരു ലിമിറ്റേഷൻസും അതിന് വെക്കേണ്ടതില്ല. നിങ്ങളുടെ മൈൻഡിലുള്ള എല്ലാ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ എഴുതുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുമ്പത്തെ വീഡിയോസിലൊക്കെ ജേണലൊക്കെ എഴുതുന്നതിനെ കുറിച്ചിട്ട്, ജേണലൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ അത്തരത്തിലൊരു കാര്യം ചെയ്യാത്തവരായിരുന്നെങ്കിൽ പോലും നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജേണൽ എടുത്തിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാനിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഫ്രീ മൈൻഡിൽ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ സ്വപ്നങ്ങളും, ഒരു ലിമിറ്റേഷൻസും അതിരുകളില്ലാത്ത ആകാശം പോലെ നിങ്ങൾ ആ ബുക്കിലേക്ക് എഴുതിയെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗോൾസ് ഫോർ 6 മന്ത്. ഈ 6 മന്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യമായിട്ട് കണ്ടിട്ടുള്ളത്, ആ കാര്യങ്ങൾ എഴുതുക. ഈ ഒരു 6 മന്തിൽ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഈ 6 മന്ത് കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ ഈ 6 മന്ത് പ്രോപ്പറായിട്ട് ചെയ്ത് മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ കെയറിൽ നിങ്ങൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ 6 മന്ത് കൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റൊട്ടീന് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ഖുർആൻ ഒരു സമയത്ത് ഓതിയിട്ട് തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തഫ്സീർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഈ 6 മന്ത് കൊണ്ട് നിങ്ങളുടെ ഗോൾസായിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ആ പേപ്പറിലെ ആ
ബുക്കിലെ ആ പേജിലേക്ക് എഴുതിയെടുക്കാം. നെക്സ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ മാസവും ചെയ്യേണ്ടുന്ന ഗോൾസ് എഴുതുക. ഇപ്പോൾ ഈ 6 മന്ത്, ഇപ്പോൾ ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇങ്ങനെ വരുന്ന ഈ 6 മന്തിലേക്ക് നമുക്ക് വേണ്ടുന്ന ഓരോ മാസവും നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഓരോ മാസവും വെച്ച് എഴുതിയിട്ട് അതിൻ്റെ നേരെയായിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എഴുതുക. നെക്സ്റ്റ് മന്ത് എഴുതുക, അതിന് താഴെ ആ മാസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എഴുതുക. നമ്മൾ ഏതൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാവുമല്ലോ ഒരു വലിയ ലക്ഷ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാകുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിച്ചെടുക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ പാർട്ടായിട്ട് പഠിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടാവുമല്ലോ ആ ഒരു കാര്യം ചെയ്ത് തീർക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ 6 മന്ത് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസിലും ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വീക്കൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് ഈ 6 മന്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ആ കാര്യം ചെയ്ത് തീർക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഓരോ മാസത്തെയും ഗോൾസ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ഐഡിയൽ ഡേ എഴുതുക. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ത്രീകളാകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്യേണ്ടതുണ്ടാകും. അതുകൂടാതെ നമ്മുടെ ജോബിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ ഡേ ഉണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കണം എന്ന്. ഒരുപാട് റഷായിട്ടുള്ള ഐഡിയൽ ഡേ അല്ല കേട്ടോ, അതിൽ നമുക്ക് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ടൈം കണ്ടെത്തിയിട്ടുള്ള ഐഡിയൽ ഡേ നമ്മളൊന്ന് എഴുതി നോക്കുക. നമ്മൾ ഈ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്യുക എന്നതിലുപരി നമുക്ക് നമ്മുടെ ഗ്രോത്തിന് സഹായിക്കുന്ന ബുക്ക് റീഡിങ് അല്ലെങ്കിൽ നമ്മെ എൻജോയ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഹോബീസൊക്കെ കണ്ടെത്തിയിട്ട് ആ സമയം റിലാക്സ് ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കണ്ടെത്തുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് വെറുതെ നാച്ചുറലൊക്കെ ആസ്വദിച്ച് നമ്മുടെ ബ്രെയിനിന് സ്ട്രെസ്സും വേറെ വർക്കൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഗുഡ് ഹാബിറ്റ് ആ റിലാക്സ് ടൈമിൽ ചെയ്യാൻ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നെക്സ്റ്റ്, നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മുടെ ജീവിതം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇത് നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ്, അതുപോലെ രാവിലെ ഉണർന്ന് ഉടനെ, അപ്പോഴൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലൈഫ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫ് അതിലേക്ക് അടുക്കുന്നതും നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് നിരന്തരം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റം കാണാൻ സാധിക്കും കേട്ടോ. ഈ വിഷ്വലൈസേഷനൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റായിട്ട് കൊണ്ടുപോകാവുന്ന ഒന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ 6 കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുക. ഈ ഒരു 6 മന്ത് കൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചൊരു മാറ്റം വരുത്തണം. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കണം. നമ്മുടെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ അതുപോലെ വിഷൻ ബോർഡ് കൂടി നമ്മുടെ ഈ 6 മന്തിലേക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ പിക്ക് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജേർണലിൽ ഒട്ടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ വിഷൻ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടി നിങ്ങൾക്ക് തയ്യാറാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. നമ്മുടെ ലൈഫിൽ ഡെയിലി ഗ്രോത്ത് ഉണ്ടാക്കുന്ന, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ചാനലിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു മൈൻഡ് കോച്ചാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.